ഇടുക്കി അടിമാലിയിൽ വനവാസി യുവാവ് ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ KCBക്കെതിരെ പ്രതിഷേധവുമായി മുതുവാൻ സമുദായം. വൈദ്യുതി ലൈനിലെ മരച്ചില്ലകൾ വെട്ടുന്നതിനിടെയാണ് KCB താൽക്കാലിക ജീവനക്കാരനായ രമേശ് ഷോക്കേറ്റ് മരിച്ചത്. വൈദ്യുതി വിച്ഛേദിക്കാത്തതാണ് അപകടത്തിന് കാരണമെന്നാണ് സമുദായത്തിന്റെ ആരോപണം. തീരുമാനമുണ്ടാകാതെ മൃതദേഹം ഏറ്റുവാങ്ങില്ല എന്ന് ബന്ധുക്കളും പറയുന്നു. ആദ്യം നമുക്കൊരു പ്രതികരണമുണ്ട്, അത് കേട്ടതിന് ശേഷം സുബിനിലേക്ക് മറ്റു വിവരങ്ങൾ തേടാം. ഞങ്ങളുടെ പടിക്കത്തൂടിയിലെ രമേശ് എന്ന പയ്യൻ ഇന്നലെ ടച്ച് വെട്ടാൻ പണിക്ക് പോവുകയും ആ പയ്യൻ ടച്ച് വെട്ടാൻ പോയ പയ്യനെ കൊണ്ട് ഫീസ് ഊരിച്ച് പയ്യനെ കൊല്ലാനിടയാക്കിയ KSCB ഓഫീസിലോട്ട് ഞങ്ങളൊരു ഉപരോധമായിട്ട് തന്നെ ശക്തമായ നടപടിയായിട്ടാണ് മുതുവാൻ സമുദായ സംഘടന പോകാൻ വേണ്ടി ഇരിക്കുകയാണ്. 50 ലക്ഷം രൂപ നഷ്ടപരിഹാരമില്ലാതെ ഞങ്ങൾ ഡെഡ് ബോഡി കൈപ്പറ്റുകയില്ല. ഇത് ഊർജിതമായിട്ട് മുന്നോട്ട് തന്നെ ഞങ്ങൾ അതിശക്തമായിട്ട് തന്നെ മുതുവാൻ സമുദായ സംഘടന മുന്നോട്ട് പോവുകയാണ്. വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുന്നുണ്ട്. സുബിൻ, നോക്കൂ, ഷോക്കേറ്റ് മരിച്ചിരിക്കുകയാണ്, അതും വൈദ്യുതി വിച്ഛേദിക്കാതെ. ഇവരൊക്കെ KCBയിൽ വർഷാവർഷങ്ങളായി പണിയെടുക്കുന്നത് പിന്നെ എന്തിനാണ്? താൽക്കാലിക ജീവനക്കാരനാണ് ജീവൻ നഷ്ടമായത്. എന്തായാലും ഇതിൽ എന്ത് വിശദീകരണമാണ് ഈ KCBക്കാർ നൽകുന്നത്? ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട വൈദ്യുതി മന്ത്രി ഇതുവരെ പ്രതികരിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് തേടിയോ? എന്താണ് ഈ ബന്ധുക്കളും നാട്ടുകാരും പറയുന്ന ആരോപണങ്ങളുടെ അടിസ്ഥാനം, സുബിൻ? KCBക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണെന്ന് ആലോചിച്ച് നോക്കൂ. വൈദ്യുതി വിച്ഛേദിക്കാതെ ഒരു താൽക്കാലിക ജീവനക്കാരനെ, വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു ജീവനക്കാരനെ ഇത്തരത്തിൽ ഈ KCBയുമായി ബന്ധപ്പെട്ട പരിഹരിക്കാൻ വലിയ രീതിയിൽ അദ്ദേഹത്തെ അങ്ങോട്ടേക്ക് വിടുന്നു. ഈ വൈദ്യുതി ലൈനിലെ മരച്ചില്ലകൾ വെട്ടാനാണ് ഇദ്ദേഹത്തെ അങ്ങോട്ട് വിട്ടത്. അതിനിടെയാണ് ഇദ്ദേഹത്തിന് ഷോക്ക് കേൾക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം വൈദ്യുതി വിച്ഛേദിക്കുക എന്നുള്ള സാമാന്യ ബോധമില്ലാത്തവരാണോ KCBക്കുള്ളിൽ പ്രവർത്തിക്കുന്നത്? നമുക്ക് സുബിനോട് തന്നെ ചോദിക്കാം. സുബിൻ, എന്താണ് ഈ KCB അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്? ആരെങ്കിലും ഈ വിഷയത്തിൽ റിപ്പോർട്ട് തേടിയോ? വൈദ്യുതി മന്ത്രി ഇതുവരെയും ഇതിൽ പ്രതികരിച്ചിട്ടില്ല. എന്താണ് മറ്റ് വിശദാംശങ്ങളൊപ്പം നാട്ടുകാരുടെ ആരോപണങ്ങളുടെ അടിസ്ഥാനം അതെന്താണ്, സുബിൻ? KCBയുടെ ഭാഗത്തുനിന്ന് കൃത്യമായ വിശദീകരണം ഉണ്ടായിട്ടില്ല. എന്താണ് ഇത്തരത്തിൽ പെട്ടെന്നുണ്ടായ അപകടത്തിന് കാരണം എന്നുള്ള കാര്യത്തിൽ ഒരു കൃത്യമായ വിശദീകരണം ഇതുവരെ KCBയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അതേസമയം ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഇരുമ്പുപാലം പടിക്കപ്പ് ഉന്നതിയിലെ രമേശ് ഇത്തരത്തിൽ ഈ ഷോക്കേറ്റ് മരിക്കുന്നത്. KCBയിലെ കരാർ ജീവനക്കാരനായിരുന്നു. ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ജീവനക്കാർക്കൊപ്പം ടച്ച് വെട്ടുന്നതിനായാണ് രമേശ് ഇരുമ്പുപാലം ഭാഗത്ത് എത്തുന്നത്. ഇതിനുശേഷം ഈ ഫ്യൂസ് ഊരി നൽകേണ്ടത് KCB ഉദ്യോഗസ്ഥരായിരുന്നു. എന്നാൽ KCB ഉദ്യോഗസ്ഥർ ഈ ഫ്യൂസ് ഊരാൻ തയ്യാറായില്ല. ഇവർ ഈ രമേശിനോട് ഫ്യൂസ് ഊരാൻ ആവശ്യപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് ഈ ബന്ധുക്കൾ ഉൾപ്പെടെ ആരോപിക്കുന്നത്. ഇത്തരത്തിൽ രമേശ് ഫ്യൂസ് ഊരിനിടയിലാണ് ഈ അബദ്ധത്തിൽ ഈ ഷോക്ക് ഏൽക്കുകയും മരണം സംഭവിക്കുകയും ചെയ്തത്. ഇതിൽ KCBയുടെ ഭാഗത്തു നിന്ന് കൃത്യമായ വീഴ്ച ഉണ്ടായി എന്നുള്ളൊരു ആരോപണമാണ് ഈ സമുദായവും മുതുവാൻ സമുദായവും അതുപോലെ തന്നെ ബന്ധുക്കളും മുമ്പോട്ട് വയ്ക്കുന്നത്. ഇതിൽ ഈ ഫ്യൂസ് ഊരി നൽകേണ്ട ഉദ്യോഗസ്ഥർ എന്തുകൊണ്ട് ഫ്യൂസ് ഊരി നൽകിയില്ല എന്നുള്ളൊരു ചോദ്യം അവർ മുമ്പോട്ട് വയ്ക്കുന്നു. ഇത്തരത്തിൽ ഈ കരാർ ജീവനക്കാർക്ക് നൽകിയിരിക്കുന്ന ജോലി എന്താണോ അത് ചെയ്യുക എന്നുള്ളതാണ്. ടച്ച് വെട്ടി മാറ്റുക എന്നുള്ള ഒരു ജോലി മാത്രമാണ് അവർ ചെയ്യേണ്ടതുള്ളത്. വൈദ്യുതി വിച്ഛേദിച്ച് നൽകേണ്ടത് KCB ജീവനക്കാർ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരാണ്. അത്തരത്തിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ട്. കൃത്യമായ നഷ്ടപരിഹാരം യുവാവിന് നൽകണമെന്നുള്ളൊരു ആവശ്യമാണ് ഈ സമുദായം ഒന്നാകെ മുമ്പോട്ട് വയ്ക്കുന്നത്. ഏകദേശം 50 ലക്ഷത്തോളം രൂപ നഷ്ടപരിഹാരമായി KCB നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നിലവിൽ KCB ഓഫീസിൽ ഈ മുതുവാൻ സമുദായത്തിൽപ്പെടുന്ന ആളുകൾ ഉപരോധം സംഘടിപ്പിച്ചിരിക്കുന്നത്. നിലവിൽ ഇപ്പോഴും ഈ ഉപരോധ സമരം തുടരുകയാണ്. കൃത്യമായ ഒരു തീരുമാനം ഉണ്ടാകാതെ സമരം അവസാനിപ്പിക്കില്ല എന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെയാണ് അവർ ഉള്ളത്. അതിന് ഇപ്പോൾ നിലവിൽ ഈ രമേശിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ്. മൃതദേഹം ഏറ്റുവാങ്ങണമെങ്കിൽ കൃത്യമായ ഒരു തീരുമാനം ഉണ്ടാകാതെ, ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് കൃത്യമായ ഒരു വിശദീകരണം ഉണ്ടാകാതെ ആ മൃതദേഹം ഏറ്റുവാങ്ങില്ല എന്നൊരു നിലപാടിലാണ് എന്തായാലും സമുദായാംഗങ്ങളും ഉള്ളത്. ശരി സുബിൻ, വളരെ നമ്മളെ മനസ്സിനെ വല്ലാതെ പിടിച്ചുലയ്ക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. എന്തായാലും ഈ KCBയുടെ അനാസ്ഥ മൂലം ഒരു ജീവൻ കൂടിയാണ് പൊളിഞ്ഞിരിക്കുന്നത്. വൈദ്യുതി വിച്ഛേദിക്കാതെ ഒരു താൽക്കാലിക ജീവനക്കാരൻ, ഒരു കരാർ ജീവനക്കാരൻ ഇത്തരത്തിൽ മരച്ചില്ലകൾ വെട്ടാൻ അവർ നിയോഗിക്കുന്നു. അദ്ദേഹം മരച്ചില്ല വെട്ടുന്നു, നിർഭാഗ്യവശാൽ ജീവൻ നഷ്ടമാകുന്നു. എന്നാൽ ഇത്രയും നേരമായിട്ടും ഒരു വിശദീകരണം പോലും നൽകാൻ KCB അധികൃതർ തയ്യാറായിട്ടില്ല. വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിനാണ് കുടുംബവും നാട്ടുകാരും തയ്യാറെടുക്കുന്നത്. മൃതദേഹം ഏറ്റുവാങ്ങില്ല എന്നാണ് അവർ പറയുന്നത്. ഈ വിഷയത്തിൽ ഒരു പരിഹാരം ഉണ്ടാകാതെ. സുബിനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.